hello, welcome back to my channel Alfina Anesthetic Lifestyle. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBS ആപ്ലിക്കേഷൻ 2026-26 കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിന് അഡ്മിഷൻ എടുക്കേണ്ട കുട്ടികൾ LBSൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ വരുന്നുണ്ട്. അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റിൽ ഗവൺമെൻറ് സീറ്റുകളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും LBS വഴി സീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഫീ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു പോകാം കേട്ടോ. അതുപോലെ LBS ആപ്ലിക്കേഷന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കഴിഞ്ഞ വർഷം കുട്ടികൾ ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടാതെ പോയ ചില തെറ്റുകളും ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. LBSൽ മുഴുവൻ 15 കോഴ്സസ് ആണ് വരുന്നത്. BSc നഴ്സിംഗ് ഒരു കോഴ്സും അതുപോലെ തന്നെ ബാക്കി 14 പാരാമെഡിക്കൽ കോഴ്സസുമാണ്. പിന്നെ പാരാമെഡിക്കൽ കോഴ്സസ് BScയുടേതുമുണ്ട്, ഡിപ്ലോമ കോഴ്സസും ഉണ്ട്. ഫസ്റ്റ് നിങ്ങളിപ്പോൾ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നതിൽ ഒരു ഉറപ്പ് വരുത്താം കേട്ടോ. ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് സ്വയമേ ഇൻട്രസ്റ്റോട് കൂടി എടുത്തതുമായ കോഴ്സിന് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. അക്ഷയ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വർഷം ഒരു മെയ് പകുതി ജൂലൈ 5 വരെ ഇത് അപ്ലൈ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ ടൈം വന്നിട്ടില്ല. ടൈം വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ കോഴ്സസ് ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക. ഏതൊക്കെ കോളേജിലുള്ള കോഴ്സസാണ് നിങ്ങൾക്കിഷ്ടം എന്നത് മനസ്സിലാക്കി വെക്കുക. കോളേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വെക്കുക. എല്ലാം LBSൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. അതിന് മുന്നേ നിങ്ങൾക്കറിയുന്ന കോളേജൊക്കെ അന്വേഷിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയമാകുമ്പോൾ ഈ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ് ഇഷ്ടപ്പെട്ട കോളേജിൽ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കഴിഞ്ഞ വർഷം പല കുട്ടികളും ഇതൊന്നും ടൈമിന് ചെയ്ത് വെക്കാത്തത് കൊണ്ട് രജിസ്ട്രേഷൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏത് കോളേജിൽ ഏത് കോഴ്സ് വെക്കണം, എങ്ങനെ വെക്കണം, ആദ്യത്തേത് ഏത് വെക്കണം, രണ്ടാമത് ഏത് വെക്കണം, അങ്ങനെ കുറേ ഡൗട്ട്സ് വന്നിട്ട് ആകെ കുളമാക്കി ഓർഡറെല്ലാം തെറ്റിച്ച് കോളേജ് ഓപ്ഷൻസ് വെച്ച കുട്ടികളുണ്ട്. അവസാനം ഇഷ്ടപ്പെട്ട കോളേജ് 10ാമത്തെ സ്ഥാനത്ത് കൊണ്ടുവച്ചു. അവസാനം എനിക്കിഷ്ടം 10ാമത്തെ കോളേജാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് 5ാമത്തെ കോളേജാണ്. 5ാമത്തെ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വെച്ച ഓപ്ഷൻസ് എല്ലാം ക്യാൻസലായി പോവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ആരും ചെയ്യരുത്. ഇഷ്ടപ്പെട്ട കോളേജ്, അത് കഴിഞ്ഞ് കുറച്ച് ഇഷ്ടമുള്ള കോളേജ്, അങ്ങനെ ഓപ്ഷൻസൊക്കെ വെക്കേണ്ടതായിട്ട് നമുക്ക് വരും. മുന്നോട്ട് ഓരോ അപ്ഡേറ്റ്സൊക്കെ മാറി വരും. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിലും LBSൻ്റെ അപ്ഡേറ്റ് പറയുന്ന മറ്റ് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കൂടാതെ എല്ലാവർക്കും കറക്റ്റ് ടൈമിന് അഡ്മിഷൻ കിട്ടാനും ടെൻഷനൊന്നും ഇല്ലാതെ അപ്ലൈ ഒക്കെ ചെയ്ത് രജിസ്റ്ററൊക്കെ ചെയ്ത് ഓപ്ഷൻസൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ തെറ്റുകളും കൂടി എടുത്ത് പറയുന്നത് കേട്ടോ. ഓരോ കോഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഓരോ കോഴ്സിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും കോഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എടുത്തു തരണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് +2ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റിനും 50% കൂടുതൽ മാർക്ക് വേണം. പിന്നെ പലരും ചോദിച്ചതാണ് BSc നഴ്സിംഗ് LBS വഴി മാത്രമേ ഉള്ളൂ. ഇല്ല, PNC MAK എന്ന് പറയുന്ന അസോസിയേഷൻ വഴിയും AMCS FNCK എന്ന് പറയുന്ന അസോസിയേഷൻ വഴിയും SPMA എന്ന് പറയുന്ന അസോസിയേഷൻ വഴിയും പാസ് എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷൻ വഴിയും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിനെല്ലാം ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. LBSൽ മാത്രം രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിച്ച് PNC MAKയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല. PNC MAKയിൽ സെപ്പറേറ്റ് കാശടച്ച് നിങ്ങൾ സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണം. AMCS FNCKയിലും അതുപോലെ തന്നെ. AMCS FNCK എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യൻസിന് കുറച്ചുകൂടി പ്രയോറിറ്റി അവർ കൊടുക്കുക എന്നായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ PNC MAKയിൽ ലാസ്റ്റ് വരെ ഇൻഡെക്സ് മാർക്ക് കിട്ടിയത് ആർക്കൊക്കെ ചാൻസ് ഉണ്ട്, AMCS FNCKയിൽ ആർക്കൊക്കെ ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് വരെ കിട്ടി, ചാൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വർഷമേ ചെയ്തിട്ടുള്ളൂ. ഈ വർഷവും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, LBSൽ രജിസ്റ്റർ ചെയ്തു, കോളേജ് ഓപ്ഷൻസ് ഒക്കെ വെച്ചു, ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉടനെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കലല്ല നമ്മൾ ചെയ്യുന്നത്. ആദ്യം ടോക്കൺ ഫീസ് അടയ്ക്കണം. പലരും അതിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം. നല്ല മാർക്കുള്ളൊരു കുട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് വന്നൊരു മെസ്സേജ് കൂടിയാണ്. പുള്ളിക്കാരിക്ക് 300ൽ 300 തന്നെ മാർക്കുണ്ട്. പക്ഷേ ചെയ്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെടാത്തൊരു കോളേജാണ് കിട്ടിയത്. പുള്ളിക്കാരി എന്ത് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെടാത്ത കോളേജല്ലേ കിട്ടിയത്, അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നോക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കില്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെടാത്തത് ഏത് കോളേജ് കിട്ടിയാലും 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും.
നോർമൽ ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഈ ഫീസ് പറയുന്നത്. SC/STക്കൊക്കെ 5000 സംതിങ് ഒക്കെയാണ് വരുന്നത്. റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് കുറവായിരിക്കും. ഈ ഒരു എമൗണ്ട് റെഡിയാക്കി വെക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെടാത്ത കോളേജിൽ ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയെന്ന് വിചാരിച്ചു. നിങ്ങൾ നോർമലി എന്താ ചിന്തിക്കുക? ഇല്ല, ഞാൻ ടോക്കൺ ഫീസ് അടയ്ക്കത്തില്ല, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുമ്പോൾ ടോക്കൺ ഫീ അടയ്ക്കാം. അങ്ങനെയല്ല LBSൽ. LBSൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജോ ഇഷ്ടപ്പെടാത്ത കോളേജോ ഇഷ്ടപ്പെട്ട കോഴ്സോ ഇഷ്ടപ്പെട്ടില്ലാത്ത കോഴ്സോ നിങ്ങൾക്ക് എപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടുന്നുവോ അപ്പോഴേക്കും ടോക്കൺ ഫീസ് അടച്ചേക്കണം. SC/STക്കാർക്ക് മാത്രമേ റിസർവേഷൻ 5000 സംതിങ് എന്തോ ഉള്ളൂ. കഴിഞ്ഞ വർഷം 25,000 ആയിരുന്നു. പല കുട്ടികളും ഈ ഒരു എമൗണ്ട് ആ സമയത്ത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാശൊക്കെ റെഡിയാക്കി വെക്കുക. മാക്സിമം ടോക്കൺ ഫീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവരും ഒരേ രീതിയിലുള്ള കാശുള്ള ആൾക്കാരല്ല. അപ്പോൾ കാശില്ലാത്തവർ ഇപ്പോഴേ എങ്ങനെയെങ്കിലും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിരിക്കും. ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ സമയത്ത് ടോക്കൺ ഫീസ് അടയ്ക്കാനും പറ്റും കേട്ടോ. ഇത് സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ കാര്യമാണ്. ഗവൺമെൻറ്റിലാണെങ്കിൽ കുറച്ചുകൂടെ ഫീ കുറവായിരിക്കും. എന്നാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 20,000 റെഡിയാക്കി വെക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ മാത്രമേ ഒത്തിരി ഫീ കുറവുള്ളൂ. ബാക്കി ഗവൺമെൻറ്റിൽ ഒരുപാട് സീറ്റൊന്നും ഇല്ല. ഇപ്പം 100 പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയാലും 100 സീറ്റ് ഇല്ല ഗവൺമെൻറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിലും കൂടെ സെലക്ട് ചെയ്ത് കോളേജസ് വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോൾ 1 lakh ഒക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് അടയ്ക്കേണ്ട എമൗണ്ട്. ആ എമൗണ്ട് ഉൾപ്പെടെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതൊന്നും റെഡിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. പലരും ഈ ഫീസിൻ്റെ പ്രശ്നം കാരണം കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ അവസാനം വരെ വെയിറ്റ് ചെയ്തു. കാരണം എപ്പോഴാണ് ഫീസ് സ്ട്രക്ചർ എത്ര എന്നൊന്നും അറിയാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഫീസൊക്കെ റെഡിയാക്കി വെക്കുക. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17 മുതൽ 35 വയസ്സ് വരെയാണ്. നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം എന്നത് നിർബന്ധമായൊരു കാര്യമാണ് LBSൽ രജിസ്റ്റർ ചെയ്യാനായിട്ട്. കാറ്റഗറിക്ക് കഴിഞ്ഞ വർഷം വന്നിരുന്ന ഫീസ് എന്ന് പറയുന്നത് 800 ആണ് രജിസ്ട്രേഷൻ. SC/ST കാറ്റഗറിക്ക് 400 ആണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സ് ഒക്കെ എവിടെ നിന്ന് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് LBS എന്നടിച്ചു കൊടുത്താൽ LBSൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ എത്ര അലോട്ട്മെൻ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 22 കൂടുതൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തൊട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ്, അതായത് സീറ്റ് എത്രത്തോളം ഫില്ലാവുന്നുവോ അതുവരെ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും LBSൽ അതിനു മാത്രം സീറ്റ് ഇല്ലല്ലോ എന്നുള്ളത്. LBSൽ സീറ്റ് കിട്ടാത്തവർ കുറേ പേര് PNC മാക്കിൻ്റെ അസോസിയേഷൻ, MCS FNCK അസോസിയേഷനിൽ, SPMA അസോസിയേഷൻ, CPAS ഇതിലൊക്കെ അപ്ലൈ ചെയ്തവരുണ്ടാവും. അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് LBSൽ ഇവിടെ എന്ത് വരും? വേക്കൻസി വരും. അങ്ങനെയുള്ള സീറ്റുകൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റും ഒക്കെ നടത്തും. നമ്മളൊരു കോളേജും കോഴ്സും ഒക്കെ ഓപ്ഷൻസ് വെച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, നമുക്ക് ഒരിടത്ത് കിട്ടി, നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജല്ല നമുക്ക് കിട്ടിയത്, നമുക്ക് വേറെ കോളേജ് വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള സമയമൊക്കെ തരും. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ് വരുന്നത് വരെ നമുക്ക് ആ ഓപ്ഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി സാധിക്കും. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന് പരിഗണിക്കില്ല. നിങ്ങളെ ഈ 3rd അലോട്ട്മെൻറ്റ് വരെ കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇത് അറിഞ്ഞുകൂടാത്ത കുറേ കുട്ടികൾ അങ്ങനെയും പോയിട്ടുണ്ട്. അതായത് പരിഗണിക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴേ LBSൻ്റെ കാര്യം വിട്ടിട്ട് നേരെ പ്രൈവറ്റിൽ പോയി ചേർന്ന കുട്ടികളുമുണ്ട്, മാർക്കുള്ള കുട്ടികൾ. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പറ്റുമായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. അപ്പോൾ ഇനി ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.